ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ 27 അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ മടിയായിട്ടും നേരമില്ല ഇങ്ങോട്ടൊക്കെ കൂടെ കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ അതിനിച്ചിട്ട് കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കിടന്നിട്ടുണ്ടെങ്കിൽ വേറെയുള്ള പണികളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതായിരിക്കും കേട്ടോ. ഓതി കഴിഞ്ഞാൽ പിന്നെ മുറ്റടിക്കാനും ചുറ്റുപുറം അടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരുപാട് നേരമാവും. അതും പിന്നെ തിരുമ്പലും ഉണക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് മോൾക്ക് കഞ്ഞി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഉണ്ടാക്കുന്നത് നമുക്ക് നെയ്യപ്പമാണ്. നെയ്യപ്പത്തേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അയക്കിതാ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 4 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. അതിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിക്കാണ്ടതാ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. പച്ചരി ഇന്നലെ രാത്രി വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശർക്കര ഒന്ന് ഉരുക്കി മനത്തായി വന്നാൽ മതി. നമ്മൾ ബറാത്തിൻ്റെ അന്ന് ഉണ്ണിയപ്പേട്ട ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് കലത്തപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു. കലത്തപ്പം പിന്നെ കുട്ടികൾ കാരണം ഇഷ്ടമല്ല. പിന്നെ നെയ്യപ്പം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. മധുരമുള്ള പൊതുവേ ഇഷ്ടമൊന്നുമല്ല. എന്നാലും പിന്നെ ഒരു മധുരമുള്ള കടിയൊക്കെ ഉണ്ടാക്കുന്നില്ല റാത്തി എന്നും പിന്നെ നമ്മൾ എരിവുള്ള സാധനമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ 500 ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അതിക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും ഒക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പകുതിച്ചിട്ട് കാണൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശർക്കര പാനി ഒരു ചെറിയ ചൂടിലാണ് വെച്ചിട്ടുള്ളത്. അരിച്ചൊഴിച്ച് എടുത്ത് വെച്ചതായിരുന്നു. അത് ചേർത്ത് കണ്ടാണ് അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ള അരിയും കൂടി അതുപോലെ തന്നെ അരച്ചെടുക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലക്കായ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഇട്ടെടുത്തത്. എല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഏലക്കായ് ഇട്ടെടുത്താൽ മതി. അപ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആ ചോറും അതുപോലെ 1/2 കപ്പ് തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ചിരകി ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. ഒക്കെ പകുതിച്ച് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്താണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ശർക്കര പാനി ഒഴിച്ചിങ്ങാണ്ട് 1/2 കപ്പ് മൈദയും കൂടി ചേർത്തുകൊണ്ട് ലാസ്റ്റത്തെ ഞാനുണ്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊന്ന് അരി അരച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി ചേർത്തുകൊണ്ട് ഒന്നും കൂടി അരച്ച് റെഡിയാക്കിയിട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽമൻ്റെ നെയ്യുണ്ടല്ലോ അതാണ് കേട്ടോ. അതും കൂടി ചേർത്തുകൊണ്ട് മാവ് ഒന്നും ഇങ്ങോട്ട് മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ളതാ ഒന്ന് നമുക്ക് താളിപ്പ് റെഡിയാക്കി എടുത്താലേ ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിങ്ങാണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഒന്ന് വറവായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളുണ്ടല്ലോ 1/2 ടീസ്പൂണോളം കറുത്ത എള്ള് ഇട്ടിട്ടുകൊണ്ട് ഒന്നുകൊണ്ട് തീ ഓഫാക്കിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യപ്പോൾ സൂപ്പർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായാൽ മാത്രം അത് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ നന്നായപ്പോൾ പിന്നെ സന്തോഷമായിട്ടാണ്. നമ്മൾ എന്തൊരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിലും അത് നന്നായാൽ നമുക്ക് നല്ല ഒരു മനസ്സിന് സമാധാനമല്ലേ. അപ്പോൾ ഒരു 500 ഇതുണ്ടല്ലോ 500 പച്ചരിയാണ് കേട്ടോ. അതിക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ആണി ശർക്കരയും അത് ഉരുക്കുമ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കിയെടുത്തത്. അങ്ങനെ കേട്ടോ ഈ മാവ് റെഡിയാക്കിയത്. അപ്പോൾ എല്ലാതും അടുക്കളയത്തെ ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞ് കൊണ്ട് വന്നിരുന്നൊക്കെയാണ്. അപ്പോൾ ഇനി കുറച്ച് തയ്ക്കാണ്ട് കേട്ടോ. 3-4 മാക്സിയൊക്കെ അയൽവാസിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒന്ന് തയ്ച്ച് റെഡിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ എത്ര നേരത്തെ ആണെങ്കിലും എന്തെല്ലാം പണിയുണ്ട് ഒക്കെ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ഒരുപാട് സമയമാവില്ലേ. അപ്പോൾ മാവൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്ക്കലും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞാണ്ട് കുറച്ച് നേരം ഓതലും വരൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല. മോൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാതിരുന്നാൽ ഒരുപാട് നേരമാവും. പിന്നെ അത് അസറിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് ചോറ് അടുപ്പത്തിട്ടാണ്. പിന്നെ ഇന്ന് ഈ മധുരക്കടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. മധുരക്കടിയും പിന്നെ അത് കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നുറുക്കാനും മോനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോളും കൊണ്ടിട്ട് അതിങ്ങനെ എടുത്ത് തിന്നാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇത് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എരിവുള്ള കടികളൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ ഇന്ന് കുറച്ച് നെണ്ടുണ്ട്, അതൊന്ന് റോസ്റ്റ് ആക്കണം. പിന്നെ അണ്ടിയിൽ അന്ന് വെച്ചിട്ടുള്ള കറിവേപ്പിലുണ്ടത് ഇപ്പോഴും നമ്മളപ്പോൾ പൊട്ടിച്ച പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വാടിയിട്ട് ഒന്നുമില്ല. ഈ ബോക്സിൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇനി ഇത് ചുട്ടെടുക്കുമ്പോൾ തന്നെ ആദ്യക്ക് ഇത് റോസ്റ്റിനുള്ള ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ രണ്ട് റെഡിയാക്കി വെക്കാം. ചോറുക്ക് ഇത് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ അതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിരുന്നത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിങ്ങനെ കേട്ടോ. അപ്പോൾ കറിവേപ്പില കണ്ടില്ല, അപ്പോൾ മരത്തുമ്പോൾ പൊട്ടിച്ച പോലെ ഉണ്ടല്ലേ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നെണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയാണല്ലേ, ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എന്താണ് പറയുക മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവയെല്ലാം ഒന്നും കൂടി മൂപ്പിച്ചതിന് ശേഷം നെണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നെണ്ട് കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്ര കുറച്ചാണെങ്കിലും ഇത് മതിയല്ല, പിന്നെ അധികം ആരും ഒന്നും കഴിക്കില്ല. കൂടുതൽ പിന്നെ അത്താഴത്തിന് എന്തെങ്കിലും ചായം കടിയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ കിട്ടുന്ന സമയത്ത് ചോറുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി എടുത്തുകൊണ്ട് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് പിന്നെ അതൊന്ന് മൂടിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഞാൻ ആദ്യമൊന്നും മാറ്റാതെ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാട്ടോ ഞാൻ ഉണ്ടാക്കാൻ. അപ്പോൾ പൊരിച്ചെടുക്കുകയാണെങ്കിലൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ടതാ ഒന്നിങ്ങോട്ട് വന്നതിൻ്റെ ശേഷം ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മതി. പിന്നെ അത് നമ്മളിനി നെയ്യപ്പൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാവ് ഉണ്ടല്ലേ, ഈ ഭാഗമാണ് വേണ്ടത്. അപ്പോൾ ഇരുമ്പിന് ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോയാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാകത്തൊരു ചൂട് വരുമ്പോഴാണ് നെയ്യപ്പം റെഡി ആയി കിട്ടുള്ളൂ. നല്ല ചൂട് കയറിയാലും ഉഷാറാവില്ല, പിന്നെ അതുപോലെ നല്ല ചൂട് കുറഞ്ഞാലും നന്നാവില്ല കേട്ടോ. വണ്ടിയിൽ അത്യാവശ്യം നല്ല ഉഷാറായിട്ട് കിട്ടിയിരുന്നു. പശുത്തെ അപ്പത്തിനെക്കാട്ടി പിന്നുള്ളത് എല്ലാതും നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രുചിയും ഉണ്ടായിരുന്നു കേട്ടത് കഴിക്കാൻ. അത്യാവശ്യം നല്ല പാകത്തുള്ള മധുരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ മാവ് റെഡിയാക്കുമ്പോൾ ഈ തേങ്ങ ഒക്കെ ചേർക്കുമ്പോൾ നല്ല രുചി തന്നെ കേട്ടോ നെയ്യപ്പത്തിന്. അപ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമായിട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കുമ്പോൾ അത് നല്ല നന്നായിട്ടുണ്ടെങ്കിൽ ഉഷാറാണല്ലോ അല്ലേ. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരും ഇവിടെ കഴിക്കൂലട്ടെ. കലത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ്, കുക്കറിലാണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ എണ്ണക്കും ഇതൊന്നിനും ചിലവില്ലെങ്കിലും അത് ഉഷാറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും എന്താവും. പക്ഷേ കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ല, കലത്തപ്പം അങ്ങനെ പറ്റൂല കേട്ടോ. മൂത്തച്ഛൻ്റെ അവിടെ കലത്തപ്പാണെന്ന് പറയുന്നത്. പിന്നെ അവിടെ തന്നെ ഇപ്പോൾ ഒരു കഷ്ണം കൊടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ ഇത് ഇങ്ങനെ പോലെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നിണ്ടുകൊണ്ടിട്ട് അടുപ്പത്ത് അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ പണി തന്നെ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്നും വേറെയുള്ള കടികളൊക്കെ ഉണ്ടാക്കലില്ല, എന്നിപ്പോൾ ഇത് മതി നോമ്പറന്നിട്ട് തിന്നാന്നൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കുട്ടികളോട്. അപ്പോൾ ഒരു പറയേണ്ട ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മധുരമുള്ള എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്കാണെങ്കിലും കുട്ടികളെന്തിനാ പറഞ്ഞു, എനിക്കാണെങ്കിലും മധുരമുള്ളതിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ അന്ന് കഴിച്ചും ചെയ്ത് അന്ന് പിന്നെ ഇത് ഉണ്ടാക്കിയപ്പോൾ നല്ല രുചിയായിരുന്നു കേട്ടോ കഴിക്കാൻ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നതിനും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നതിനും ഷാറായിരുന്നു. അപ്പോൾ ഞാനിത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യപ്പം പൊരിക്കാനൊക്കെ നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലേ. പിന്നെ ഇതിലുണ്ടല്ലോ നമുക്ക് തീ കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഈ നെയ്യപ്പൊക്കെ ചുടുമ്പോൾ അടുപ്പത്തല്ല ചുട്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുക നല്ല തീ കൂടുമ്പോഴും പ്രശ്നമില്ല ഇക്കാരെന്ന്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കത്താനേക്കാരം അതിനും പറ്റുള്ളൂ. അടുപ്പ് കത്തിച്ചിട്ടൊക്കെ അല്ല എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വലിയ അടുപ്പത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ഇതിങ്ങനെ തീ കൂടുതലായി പോകും കേട്ടോ. അപ്പോൾ എളുപ്പം ഇങ്ങനെ എന്താണ് വേറൊക്കെ ഇങ്ങനെ കരിയണ പോലെ അങ്ങോട്ട് വരും ചെയ്യും, ഉള്ളിൽ വേവില്ല. ഉള്ളതിന് മുകൾക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ പൊന്തി വരുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊന്തി വരും. വണ്ടിയിൽ ഞണ്ട് ഇവിടെ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയാൽ ഒക്കെ ശരിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പൊരിച്ചെടുത്താൽ പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ നെയ്യപ്പോൾ കണ്ടില്ല, ഒന്ന് ഞാൻ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് നോക്കിയതാണ് കേട്ടോ. മുളക്ക് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളൊക്കെ എല്ലാം അങ്ങോട്ട് ആരെടുത്തിട്ട് പോലെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിക്കണ്. അപ്പോൾ ഒരു സമാധാനം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഒന്നിങ്ങനെ മുറിച്ച് നോക്കിയതാണ് ഉള്ളെങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഇന്ന് വേറെ ഞാൻ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. തണ്ണിമത്തനും ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് 2 പൊറോട്ട മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അപ്പോൾ ഇത് നോമ്പറക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൂമ്പായ ഉണ്ടായിരുന്നു, അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്തച്ഛൻ്റെ അവിടുന്ന് കലത്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ആയിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറക്കാനായിട്ടോ. അപ്പോൾ ഞങ്ങൾ തരാവിൻ്റെ വിശേഷങ്ങളൊക്കെ അത്രയ്ക്ക് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.